ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിച്ചതുപോലെ തൻ്റെ യാത്ര പൂർത്തീകരിച്ചു. 12 വർഷം സഭയെ നയിച്ചുകൊണ്ട് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുവാനെ കൊണ്ട് സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ്? പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്ന പോലെ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. പരിശുദ്ധ പിതാവ് തൻ്റെ ശുശ്രൂഷകളെ പൂർത്തിയാക്കി. ഇപ്പോൾ അന്തിമ യാത്രയോടുകൂടി മരിയ മജോറ ബസിലിക്ക പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. റോമിന് 4 ബസിലിക്ക, മേജർ ബസിലിക്കകളാണുള്ളത് ആഗോള സഭയിൽ. അതൊന്ന് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ, രണ്ടാമതായിട്ടുള്ള വിശുദ്ധ യോഹന്നാൻ്റെ, മൂന്നാമതായിട്ടുള്ള വിശുദ്ധ പൗലോസിൻ്റെ, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള മേജർ ബസിലിക്കയിലാണ് പരിശുദ്ധ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ നൈർമല്യമായിട്ട്, ലാളിത്യമായിട്ട്, തറയോട് ചേർന്ന്, നിലത്തോട് ചേർന്നുള്ള രീതിയിൽ തന്നെ അടക്കണമെന്ന്, തനിക്ക് അന്ത്യവിശ്രമം കൊള്ളണമെന്നുള്ള താല്പര്യം എത്രമാത്രം ലാളിത്യമാർന്ന, ലളിതമാർന്നിട്ടുള്ള ഒരു കബറടക്ക ശുശ്രൂഷയാണ് അദ്ദേഹം മുൻകൂട്ടി കണ്ടെന്ന് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മരിയ മേജർ ബസിലിക്കയിൽ പരിശുദ്ധ പിതാവിൻ്റെ വഹിച്ചുകൊണ്ടുള്ള മഞ്ച സ്വീകരിക്കാനായിട്ട് അവിടെ വൈദികർ, അതുപോലെ തന്നെ നേതൃത്വം നൽകുന്ന കർദിനാൾമാർ, അതുപോലെ തന്നെ ബെർഗോളിയ കുടുംബം, ഇറ്റലിയിൽ നിന്നുള്ളവരും അർജൻറ്റീനയിൽ നിന്നുള്ളവരുമൊക്കെ അവിടെ പള്ളിയുടെ സന്നിധിയിൽ അവർ സന്നിഹിതരാണ്. ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം സഭയുടെ അമരത്തേക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് 2013 മാർച്ച് മാസം കടന്നു വരുമ്പോൾ ഹബേമോസ് പാപ്പ എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയപ്പെട്ട ജനങ്ങൾ കരഘോഷം മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോകത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന ഒരു പാപ്പ എന്നുള്ളതാണ്. ലോകത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന പാപ്പ. യഥാർത്ഥത്തിൽ അർജൻറ്റീന, ലാറ്റിൻ അമേരിക്കൻ പ്രദേശം ഏറ്റവും അവസാനം കണ്ടെത്തിയ ഭൂഖണ്ഡം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് ഉദ്ദേശിച്ചത്. അങ്ങനെ അരികിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, ഒഴിവാക്കപ്പെട്ടവരുടെ, ദരിദ്രരുടെ, പാവപ്പെട്ടവരുടെ, രോഗികളുടെയൊക്കെ പക്ഷം ചേരാൻ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ തനിക്ക് സാധിക്കുമെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ പറയാറുണ്ട്, അഭയാർത്ഥികളെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനൊരു അഭയാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ഇറ്റാലിയൻ വംശജൻ്റെ ഫാമിലി കുടുംബാംഗമായ അദ്ദേഹം, ഒരു ഇറ്റാലിയൻ വംശജനായ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇറ്റലിയിലെ പിയമോന്ത എന്ന് പറയുന്ന മലമ്പ്രദേശത്ത് നിന്ന് പിന്നീട് അർജൻറ്റീനൻ നാട്ടിലേക്ക് കുടിയേറുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ അർജൻറ്റീനക്കാരെ ഇറ്റാലിയൻ വംശജരായിട്ടുള്ള ഞങ്ങളെ സ്വീകരിച്ചത്? അതുപോലെ അത് തൻ്റെ ജീവിതത്തിൽ ഒരു അഭയാർത്ഥി എന്നുള്ള രീതിയിൽ താൻ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകം അദ്ദേഹത്തിന് അഭയാർത്ഥികളുടെ വേദനയുമായിട്ട് എല്ലാ തരത്തിലും താതാത്മ്യപ്പെടുവാനായിട്ട്, അനുഭവിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ലോകത്തിൻ്റെ ഏതൊരു അവസരത്തിലും, ഏത് പ്രസംഗ മധ്യത്തിലും, ലോക നേതാക്കളുടെ മുൻപിലും അദ്ദേഹം ധൈര്യപൂർവ്വം അദ്ദേഹം സ്വരമുയർത്തിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ലാളിത്യത്തിൻ്റെ മുഖമുദ്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം ലളിതമായിട്ട് തൻ്റെ കർമ്മങ്ങൾ അന്തിമ യാത്ര നടത്തണമെന്നും, അതുപോലെ തന്നെ താൻ ഏറെ സ്നേഹിച്ചിരുന്ന, നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ സാൽവോസ് പോപ്പുലി റൊമാനി എന്ന് പറയുന്ന ഈ ഒരു അൾത്താരുടെ മുൻപിൽ, പരിശുദ്ധ അമ്മയുടെ നാമധേയം വഹിക്കുന്ന ഈ അൾത്താരുടെ മുൻപിലാണ് അദ്ദേഹത്തിന് അന്തിമ വിശ്രമം കൊള്ളേണ്ട കുടീരം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് എത്രമാത്രം ആഴമേറിയ ഭക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് തൻ്റെ ആരോഗ്യം അത്ര നല്ലതല്ലായിരുന്ന കുട്ടിക്കാലം മുതൽ തന്നെ പരിശുദ്ധ അമ്മയെയും പിന്നീട് കർദിനാളായിട്ട് റോമിൽ വരുന്ന എല്ലാ സന്ദർഭത്തിലും, ഈശോ സഭയുടെ പ്രോൺഷ്യലായിട്ട് കടന്നു വരുന്ന എല്ലാ സന്ദർഭത്തിലും ഈ ദേവാലയമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ കേന്ദ്രമായിട്ട് അദ്ദേഹം കരുതിയിരുന്നത്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആവശ്യമായിട്ടുള്ള, പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ ഊർജവും അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളൊരു കരുത്ത് ആത്മധൈര്യം അദ്ദേഹം സ്വരൂപിച്ചിരുന്നത് ഈ അൾത്താരുടെ മുൻപിലുള്ള പ്രാർത്ഥനാ മധ്യയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ജന്മഗൃഹം പോലെയാണ് യഥാർത്ഥത്തിൽ ഈ മരിയ മേജർ ബസിലിക്കയിലെ അൾത്താര. പരിശുദ്ധ അമ്മയുടെ സാൽവോസ് പോപ്പുലർ റൊമാനി എന്നെഴുതപ്പെട്ടിരിക്കുന്ന ആ അൾത്താരയുടെ, നാമധേയം ചെയ്യപ്പെട്ടിരിക്കുന്ന അൾത്താരയുടെ മുൻപുവശം അല്ലെങ്കിൽ അതിൻ്റെ പരിസരം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കടന്നു വന്ന പാതയോരങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു ധാരാളം ഒരു കാലത്ത് അഭയാർത്ഥികളായിട്ട് കടന്നു വന്നവർ പോലും പരിശുദ്ധ പിതാവിന് അന്തിമയാത്ര, അന്തിമ അഭിവാദ്യം അർപ്പിക്കുവാനായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളുടെ വലിയൊരു ബാഹുല്യം തന്നെ പാതയോരങ്ങളിൽ ഉണ്ടായിരുന്നു. ശക്തമായൊരു സെക്യൂരിറ്റി സംവിധാനം തന്നെ അവിടെ നിലനിർത്തിയിരുന്നു.
അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് പരിശുദ്ധ പിതാവ് മരിയ മേജർ ബസിലിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ മഞ്ചവുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ലോക നേതാക്കളുടെ സജീവമായ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവിൻ്റെ ശക്തമായുള്ള അപ്പസ്തോലിക തിരുവഴുത്തുകളായിട്ടുള്ള അങ്ങേക്ക് സ്തുതി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ലോകത്തെയും പ്രപഞ്ചത്തിൻ്റെയും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയം. നമ്മളെല്ലാവരും സഹോദരരാണ്. ഇവിടെ മതവ്യത്യാസമില്ല, വംശങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് പരസ്പരം ഇടപെടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം. അതുപോലെ തന്നെ UAE സന്ദർശിച്ച സന്ദർഭത്തിൽ അവിടെ ഇമാമുമായിട്ട് ഒന്നു ചേർന്നുകൊണ്ട് അദ്ദേഹം ഹ്യൂമൻ ഫ്രട്ടേണിറ്റിയുടെ അല്ലെങ്കിൽ മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഡോക്യുമെൻ്റ് ഒപ്പിട്ടുകൊണ്ട് ഏതൊക്കെ തലങ്ങളിൽ മതങ്ങൾ തമ്മിൽ മതാന്തര സംവാദങ്ങൾ പ്രവർത്തനങ്ങൾ സാധിക്കുമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടും ലോകക്രമം നിലനിൽക്കാനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നുള്ള താല്പര്യവും അദ്ദേഹം കാണിച്ചിരുന്നു. അപ്പോൾ ആ പരിശുദ്ധ പിതാവിന് ലോകത്തിൻ്റെ മുൻപിൽ വലിയ ഉദാഹരണമായിട്ട് വലിയ ഒരു വിസ്മയമായിട്ട് നിൽക്കുന്ന പരിശുദ്ധ പിതാവിന് അന്തിമ അഭിവാദ്യം അല്ലെങ്കിൽ അന്തിമയാത്ര നൽകുന്ന ഏറ്റവും അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്.